നമസ്കാരം. ധനുഷ് പി.എസ്.സി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന കെയർടേക്കർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന എക്സാമിന്റെ പ്രൊഫഷണൽ ആൻസർ കീസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 115/2025 ആണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ചോദിച്ചേക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അടങ്ങിയൊരു കണ്ടന്റ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്വദേശി പ്രസ്ഥാനം. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് നിസ്സഹകരണവും ഒക്കെ ഗാന്ധിജി ബന്ധമുള്ള പ്രസ്ഥാനങ്ങളാണ്. ചമ്പാരൻ എന്ന് പറയുമ്പോൾ 1917 നടന്ന സമരമാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നത് 1918 നടന്ന സമരമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ 1920 നടന്ന സമരങ്ങളിൽ ഒന്നാണ്. സ്വദേശി പ്രസ്ഥാനം എന്താണ്? അതായത് ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി നടന്ന അതിനുവേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനമാണെന്ത്? സ്വദേശി പ്രസ്ഥാനം. കർസൻ പ്രഭുവിന്റെ കാലത്ത് ബംഗാൾ വിഭജനത്തിനെതിരായി പ്രതിഷേധ പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണെന്ത്? സ്വദേശി പ്രസ്ഥാനം. അടുത്തത് 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഓപ്ഷൻ എ, കാൺപൂർ നാനാ സാഹിബ്. ശരിയായ ജോഡി ഓപ്ഷൻ എ, കാൺപൂർ നാനാ സാഹിബ് ആണ്. ബീഹാർ എന്ന് പറയുമ്പോൾ ബീഹാർ ആരാ? കൻവർ സിംഗ് ആണ്. ബീഹാർ ആരാ എന്നുള്ളത് കൻവർ സിംഗിന്റെ ആണ്. ലക്നൗ എന്ന് പറയുമ്പോൾ അത് ബീഗം ഹസ്രത് മഹലാണ്. ലക്നൗ ബീഗം ഹസ്രത് മഹലാണ്. ബീഗം ഹസ്രത് മഹലാണ്. ഓക്കെ. ഫൈസാബാദ് എന്താണ്? മൗലവി അഹമ്മദുള്ള. കാൺപൂർ നാനാ സാഹിബ്. ഓറ ബീഹാർ എന്ന് പറയുമ്പോൾ അത് കൻവർ സിംഗ് ആണ്. ലക്നൗ ബീഗം ഹസ്രത് മഹൽ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാ ജോഡികളും ശരിയാണ്. സത്യശോധക് സമാജ് ജ്യോതിറാവു ഭൂലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ഒന്നുകൂടി, സത്യശോധക് സമാജം ജ്യോതിറാവു ഭൂലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് വൺ, ലോങ് മാർച്ചിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ചൈനീസ് വിപ്ലവം. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വർഷം 1934 മാവോയിസ്റ്റ് തൂങ്ങാളതിന് നേതൃത്വം കൊടുക്കുക. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം 1934 മാവോയിസ്റ്റ് തൂങ്ങാളതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവം വർഷം എന്ന് പറയാമോ? 1787 ആണ്. 1787 ഫ്രഞ്ച് വിപ്ലവം. അടുത്തത് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, എ കെ ഗോപാലൻ. എ കെ ഗോപാലനാണ് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. അദ്ദേഹത്തിന്റെ മറ്റൊരു ക്യാരക്ടർ എന്താണ്? മറ്റൊരു പ്രത്യേകത എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. എ കെ ജി എന്നുള്ളത് അല്ലെ. ഇവിടെ മന്നത്ത് ഇതുപോലൊരു യാത്ര എന്താണ്? സവർണ ജാഥ മന്നത്ത് പത്മനാഭന്റേതാണ് അല്ലെ. കെ കേളപ്പൻ പറയുമ്പോ എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണെന്ത്? കെ കേളപ്പൻ. ഗുരുവായൂർ
സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ കേളപ്പൻ. AKG എന്ന് പറയുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ്. ഇവിടെ പട്ടിണി ജാഥ നയിച്ചത് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AKG, AK ഗോപാലൻ, AKG. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ്? സഫ്രീന ലത്തീഫ്, സഫ്രീന ലത്തീഫ്. ഹവായ്, ഫ്രഞ്ച്, പോളിനേഷ്യ, സോമോഅ എന്നീ ദ്വീപസമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ശാന്തസമുദ്രം. ഹവായ്, ഫ്രഞ്ച്, പോളിനേഷ്യ, സോമോഅ എന്നീ ദ്വീപസമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ശാന്തസമുദ്രം. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 4ഉം. ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ മൂലമാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാവുക. ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ എന്നിവ മൂലമാണ് വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖലയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ ഉള്ള കാരണം. ഫലക ചലനം എന്നുള്ളത് ഓർത്തുവെക്കുക. ഭൂകമ്പം = ഫലക ചലനങ്ങൾ. അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഭുവൻ. ഭുവൻ എന്ന പേരിലാണ് ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം. ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഭുവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭുവൻ. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? ആൻസർ ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ. ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ. ചിലതിൽ നമുക്ക് കാണാം തൽച്ചർ ദാംബ്ര എന്ന് കാണാം. തൽച്ചർ ദാംബ്ര മേഖല അത് ഇവിടത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ബ്രാഹ്മിണി എന്ന് പറയുമ്പോൾ ഏത് സ്ഥലമാണ് വരിക? അവിടെയും ഒഡീഷയാണ് വരിക. മഹാനദി ഒഡീഷയാണ് വരിക. ഒഡീഷ ടു ഒഡീഷ തന്നെയാണിത്. തൽച്ചർ എന്ന് പറയുമ്പോഴും ഒഡീഷയാണ്. ഇവിടെ ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റയാണ്. പ്രധാന ഭാഗം ഏതാണ്? തൽച്ചർ ദാംബ്ര. NW5 തൽച്ചർ ദാംബ്ര എന്ന് എഴുതിയാലും എന്താണ്? അങ്ങനെ വന്നാൽ നമ്മൾ ഇതായിരിക്കണം കൊടുക്കുക. ഏകദേശം 623 കിലോമീറ്റർ ആണ് ഇതിന്റെ ഈ കനാൽ ഇങ്ങനെ പോകുന്നത്. 623 കിലോമീറ്റർ ആണ് പോവുക. ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റയാണ്. ഓക്കെ, ഇവിടെ NW1 എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. NW1 എന്ന് പറയുമ്പോൾ അലഹബാദ് ഹാൽഡിയ. NW2 സാദിയ ദുബ്രി അസം വരുന്നത്. പിന്നെ 3 എപ്പോഴും ചോദിക്കുക. കൊല്ലം കോട്ടപ്പുറം കേരളത്തിലുള്ളതാണിത്. നെക്സ്റ്റ് 5 ഇപ്പോൾ ഇത് ബ്രാഹ്മിണി മഹാനദിയാണ് വരിക. അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടി ഓർക്കണം? തൽച്ചർ ദാംബ്ര കൂടി ആ പേരെന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതു സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനനമേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനനമേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ ഭാഗമാണ് കോർബെ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ. ഛത്തീസ്ഗഡിന്റെ ഭാഗമാണ് കോർബെ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വരുത്തിയിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ അൽവാരോ. അടുത്തത്, ചുവടെ വന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം 1956 എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന.
ദേശീയ ആസൂത്രണ സമിതി വന്നിട്ടുള്ളത് 1938 വർഷം ഓർത്തു വെക്കുക. ബോംബെ പദ്ധതി 1944. ബോംബെ 2B 44. ബോംബെ പദ്ധതി 1944. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് 1950. അടുത്തത് ഇന്ത്യയിൽ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 പ്രസ്താവനകളും ശരിയാണ്. ഈ 3 പ്രസ്താവനകൾ എന്ന് പറയുമ്പോഴും ഇന്നലെ 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ബാങ്കിങ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ വരുന്ന ബാങ്കിങ് നയങ്ങൾ വരുന്ന ചാപ്റ്ററിലാണ് ഈ 3 പ്രസ്താവനകളും കുറേയധികം ഫാക്ടേഴ്സ് ആ ചാപ്റ്റർ ഉള്ളത്. 9th ചാപ്റ്റർ, 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സ്റ്റഡീസിന്റെ 9th ചാപ്റ്ററിലാണ് ബാങ്കിങ് മേഖലകളെ പറ്റി പറഞ്ഞ ആ ചാപ്റ്ററിൽ ഇത്രയും പോയിന്റ്സുകൾ, ഇതിലധികം പോയിന്റ്സുകൾ വളരെ ധാരാളമുണ്ട്. ആ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു പഠിക്കണം. 1, 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. അടുത്തത് ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? ആഡം സ്മിത്ത് ബന്ധപ്പെട്ട ആശയം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുക. ആൻസർ ഓപ്ഷൻ എ. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ലേസിസ്കർ സിദ്ധാന്തവും എഴുതിയിട്ടുള്ളത് ആഡം സ്മിത്ത് ആണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഓഫ് നോളജി. ഓഫ് നോളജി. ഓഫ് നോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ഓഫ് നോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ലേസിസ്കർ സിദ്ധാന്തവും ആഡം സ്മിത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ആശയങ്ങളാണ്. ആൻസർ ഓപ്ഷൻ എ. അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി. 1ഉം 2ഉം 3ഉം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്നുള്ളതും ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ്. നെക്സ്റ്റ് വൺ, ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി. 3 പേരും. ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ്. ഇവിടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ വന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയായവയാണ്. 3 ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതിയുണ്ട്. 2024 ബജറ്റാണ്.
3 ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി ആക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ HC മുഖർജി, VT കൃഷ്ണമാചാരി. HC മുഖർജി, VT കൃഷ്ണമാചാരി. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ ബി അയർലൻഡ്. മാർഗ നിർദ്ദേശക അയർലൻഡ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. മാർഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി അനുച്ഛേദം 360. അനുച്ഛേദം 360. നെക്സ്റ്റ് വൺ, 1985 പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം. നെക്സ്റ്റ് വൺ, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ വനം, വൈദ്യുതി. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നത് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് അധികാരം ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ സ്പീക്കർ. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഉഷസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടുള്ളത്? കോട്ടയം. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? പി സദാശിവം. പി സദാശിവം. താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ജസ്റ്റിസ് ഡി ശ്രീദേവി. ജസ്റ്റിസ് ഡി ശ്രീദേവി. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ആൻസർ കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ. നെക്സ്റ്റ് വൺ, തലച്ചോറിനെയും സുഷിനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപോറോസിസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നിപ്പ. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്?
ഓപ്ഷൻ ബി ആണ് ആൻസർ. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആർത്രോസ്ക്ലെറോസിസ്. അരിത്രോസ്ക്ലെറോസിസ് എന്ന് പറയുമ്പോൾ ആർത്രോസ്ക്ലെറോസിസ്. കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? മണൽ ഖനനം. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക് ഇൻ സ്പേസ് എന്ന 2ാം സിംബോയിസം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക് ഇൻ സ്പേസ്. ഓർഗാനിക്സ് ഇൻ സ്പേസിലെയാണത് എന്ന 2ാം സിംബോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ആൻസർ ബംഗളൂരു. സ്പേസ്, ബഹിരാകാശത്ത്, സ്പേസിലുള്ള അവിടെയുള്ള ഓർഗാനിക്സിൽ നിന്ന് അവിടുത്തെ എവല്യൂഷൻ, അതിന്റെ പരിണാമങ്ങൾ എന്തൊക്കെയാണെന്ന്, എങ്ങനെ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ എങ്ങനെ എന്തുണ്ടാകാം, പുതിയ സാധനങ്ങൾ ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ളതാണ് ആ സിംബോസിയം. ഒരു പ്രബന്ധം തയ്യാറാക്കുക. അതിന്റെ സിംബോസിയമാണ് ബംഗളൂരുവിൽ സംഘടിപ്പിച്ചത്. സ്പേസിനെ പറ്റി പഠിക്കുന്ന ഒരു സിംബോസിയം, ബംഗളൂരു. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? അരളം വന്യജീവി സങ്കേതം. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് അരളമല്ല, ആറളം. അരളം ഇംഗ്ലീഷ് എഴുതുമ്പോൾ അങ്ങനെ വായിക്കാം, ആറളം. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? കാരണം ഇത് ഉറപ്പിച്ച് പറയുന്നത് ഞാൻ ഇട്ട ഒരു PDF ഉണ്ട്, കേരളത്തെ കുറിച്ചുള്ള PDF-ല് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഇത് ഫാക്ട്സ് ആയിട്ട് ബട്ടർഫ്ലൈ സങ്കേതം പുതിയ ഫാക്ട് ഇട്ടുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അരളമല്ല, ആറളം എന്നുള്ളത് തന്നെ. ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതം ആറളം വന്യജീവി സങ്കേതം, വടക്കേറ്റത്തുള്ളതാണ്. നെക്സ്റ്റ്, ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം. ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? മൈക്രോവേവ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനില. ആൻസർ കുറയുന്നുണ്ട്. പർവ്വത പ്രദേശം വെള്ളത്തിന്റെ തിളനില കുറയുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം G ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം എന്തായിരിക്കും? ആൻസർ G/4 ആയിരിക്കും. G/4. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ജ്യോതി പദ്ധതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ആയ ചെനാബ് റെയിൽ പാലം ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ജമ്മു കാശ്മീർ. ചെനാബ് റെയിൽ പാലം ജമ്മു കാശ്മീർ. ഓരോ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവുമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര് ഏതാണ്? ഐസോമറുകൾ. ഒരേ തന്മാത്രാ സൂക്യം, വ്യത്യസ്ത രാസഭൗതിക സ്വഭാവം, ഐസോമറുകൾ. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മാനോമീറ്റർ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര് എന്താണ്? ഹാലജനുകൾ. 17ാം ഗ്രൂപ്പ് ഹാലജനുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക്
സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക് ഛത്തീസ്ഗഡ്. സ്വാതന്ത്ര്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഒന്നാമത്തതും നാലാമത്തതും ശരിയാണ്. ബ്രിട്ടീഷുകാരെ വെൺനീചനെന്ന് വിളിച്ചു വൈകുണ്ഠ സ്വാമികൾ. സ്വാമി തോപ്പിൽ ജനിച്ചു വൈകുണ്ഠ സ്വാമികൾ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. കേരള സംഗീതത്തിന്റെ അഗസ്ത്യൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ. അഗസ്ത്യൻ യുഗം. സംഗീതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങോട്ട് വരും അല്ലെ? അഗസ്ത്യൻ യുഗം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യൂ ആരെങ്കിലും. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏതാണ്? സാഹിത്യ മാസിക. ആൻസർ വിദ്യാവിലാസിനി. വിദ്യാവിലാസിനി സാഹിത്യ മാസിക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ. ഒന്നാമത്തതും രണ്ടാമത്തതും. കല്യാണമൽ സർദാർ കെ.എം. പണിക്കർ. പ്രേമാമൃതം C.V. രാമൻപിള്ള. പ്രേമാമൃതം 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 C.V. രാമൻപിള്ള. ഞാൻ കേട്ടിട്ടുള്ള നോവൽ തന്നെയാണ്. പ്രേമാമൃതം C.V. രാമൻപിള്ള. കല്യാണമൽ സർദാർ കെ.എം. പണിക്കർ. കല്യാണമൽ സർദാർ കെ.എം. പണിക്കർ. ഓക്കെ. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ആൻസർ ബോയിങ് സ്റ്റാർ ലൈനർ. ബോയിങ് സ്റ്റാർ ലൈനർ. ബോയിങ് സ്റ്റാർ ലൈനർ. ബോയിങ് സ്റ്റാർ ലൈനർ. സുനിത വില്യംസ് അതൊന്ന് നോക്കി വെച്ചോളൂ. സുനിത വില്യംസിനെ കുറിച്ചുള്ള പോയിന്റ്സുകളും കളക്ട് ചെയ്യാം. ബോയിങ് സ്റ്റാർ ലൈനർ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഹാൻകാങ്. ഹാൻകാങ്. സാഹിത്യം. ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ റാം. ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുത്തുക. യോജിപ്പിക്കുക എന്നർത്ഥം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ആണ്. DBMS പാക്കേജ് MySQL. ഇമേജ് എഡിറ്റർ ജിംബ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ LibreOffice Impress. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു. DBMS പാക്കേജ് MySQL. DBMS പാക്കേജ് MySQL. ഇമേജ് എഡിറ്റർ ജിംബ് ആണ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ LibreOffice Impress. ഉബുണ്ടു ചെയ്യുമ്പോൾ അതിനകത്ത് LibreOffice Impress അല്ലേ വരിക? അതെ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏതാണ്? ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. 2ഉം 4ഉം ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ, ഇൻഫ്രാറെഡ് വേവ്സും ഗൈഡഡ് മീഡിയ അല്ലാത്തവയാണ്. മൈക്രോവേവ് ആൻഡ് കൊയാസ്കെയിൽ കേബിളും ഗൈഡഡ് മീഡിയ. മൈക്രോവേവ് ആൻഡ് കൊയാസ്കെയിൽ മീഡിയ മൈക്രോവേവ് അല്ലെ? ആൻസർ ഓപ്ഷൻ ബി.
MSH എന്നത് എന്താണ്? MSH എന്നത് എന്താണ്? ആൻസർ വെബ് ബ്രൗസർ. MSH എന്നത് വെബ് ബ്രൗസർ. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി, സൈബർ സ്റ്റാക്കിംഗ്. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? സൈബർ സ്റ്റാക്കിംഗ്. സൈബർ സ്റ്റാക്കിംഗ്. സൈബർ സ്റ്റാക്കിംഗ്. ഓക്കെ. നെക്സ്റ്റ്, വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയെല്ലാം. അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. അടുത്തത്, ഏത് പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആയിട്ട് വരിക? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം ഏതാണ്? അധ്യായങ്ങൾ 5 എണ്ണമുണ്ട്, വകുപ്പുകൾ 37. അധ്യായങ്ങൾ 5, വകുപ്പുകൾ 37. പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി, ബി അല്ലെങ്കിൽ സി. അതായത് ലോക്കൽ പോലീസിന് കൊടുക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് കൊടുക്കാം. പോക്സോ നിയമപ്രകാരം, പോക്സോ കേസ് പറയുമ്പോൾ അല്ലെ പോക്സോ. ഓക്കെ, ബിയും അല്ലെങ്കിൽ സി അവർക്കാണ് കൊടുക്കേണ്ടത്. ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ കൊടുക്കാം. ഒന്നുമല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ലോക്കൽ പോലീസ് അടുത്തുള്ള സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ്, 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി. ആൻസർ ഓപ്ഷൻ ബി, അനുരാധ താക്കൂർ. സാമ്പത്തിക കാര്യ സെക്രട്ടറി അനുരാധ താക്കൂർ. അനുരാധ താക്കൂർ. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്? ആൻസർ ഓപ്ഷൻ സി, സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. 22 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരർദ്ധവൃത്തം വൃത്തസ്തൂപികാകൃതിയിൽ മടക്കിയാൽ അതിന്റെ ചെരിവ് ഉയരം എന്താകും? ആൻസർ ഓപ്ഷൻ എ, 11 cm. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 5ാമത്തെ സംഖ്യ ഏതാണ്? 4, 7, 12, 19. ആൻസർ ഓപ്ഷൻ എ, 28 അല്ലെ. 4, 3, 7, 7, 2, 10, പിന്നെ 4 അല്ലെ. 3, പിന്നെ 4, 12, 5, 12, 7, 3, 4, 7. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നോക്കാം കേട്ടോ. വെറുതെ കണക്കിൽ പോയി രണ്ട് പിടിക്കുന്നത്. 4 പേരുടെ ശരാശരി വയസ്സ് 15, ഒരാൾ കൂടി വന്നാൽ ശരാശരി 16. പുതുതായി വന്ന ആളുടെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 20. നെക്സ്റ്റ്, 2⁶ into 5⁴ into 7⁴ ഡിവൈഡ് ബൈ 10⁴ into 14⁴. അപ്പൊ ചെയ്ത് പഠിക്കും. ഇതിന്റെ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 49. നെക്സ്റ്റ്, 5:4 35 x ആയാൽ എക്സിന്റെ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ. ഇങ്ങനെ വരുമ്പോൾ കണക്കിൻ്റെത് അറിയാൻ വേണ്ടി കണക്ക് ചെയ്യണം. കണക്ക് ചെയ്ത് തന്നെ പഠിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സമവാക്യത്തിലെ എന്നിന്റെ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 40ന്റെ എത്ര ശതമാനമാണ് 28 എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 70%.
നെക്സ്റ്റ് ഹെൽപ്പ് എന്ന വാക്ക് LIPT എന്ന കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേർഡ് എന്ന വാക്കിന്റെ കോഡ് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ASVH. വിജയ് 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്ത് വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ വരച്ച് നോക്കത്തില്ല ആന്റി ക്ലോക്ക്വൈസില് ചെയ്ത് പഠിക്കും. ആൻസർ ഓപ്ഷൻ ബി 10 കിലോമീറ്റർ. ഒരു ക്ലോക്കിൽ സമയം 3 മണി ആകുമ്പോൾ മണിക്കൂർ സൂചിയും ഇരുട്ട് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 90 ഡിഗ്രി. നെക്സ്റ്റ് നെയ്തർ ഓഫ് ദി ടു മെൻ വെരി ടോൾ ഡാഷ് വെരി ടോൾ. നെയ്തർ ഓഫ് ദി ടു മെൻ ഡാഷ് വെരി ടോൾ. ആൻസർ ഓപ്ഷൻ സി വാസ്. നെയ്തർ നോറും ഒക്കെ വരുന്ന ആ ഒരു നെയ്തർ ഓഫ് ദി ടു മെൻ വാസ് വെരി ടോൾ. I have been living in this city dash 2015. ആൻസർ സിൻസ് അല്ലെ. ശരിക്കും ആ വർഷം പെർഫെക്റ്റ് ആയി വന്നുകൊണ്ടാണ് സിൻസ് വരിക. സിൻസ് 2015 വരെ ഞാൻ ഇവിടെ താമസം ഉണ്ടായിരുന്നു. ഡാഷ് പിന്നെ ഐ ഹാവ് ബീൻ വരുമ്പോഴും നമ്മൾ നോക്കാം സിൻസോ ഫോറോ ആയിരിക്കും എന്ന് വരാം. പെർഫെക്റ്റ് ആയ വർഷമാണെങ്കിൽ സിൻസ് വരെ നമ്മൾ ചെയ്യും. 4 എന്ന് പറയുമ്പോൾ 3 years ago 4 years ago എന്നൊക്കെ വരും. അപ്പോ സിൻസ് ഒരു പെർഫെക്റ്റ് വർഷം ഇയർ വരുമ്പോൾ സിൻസ് ആണെന്ന് ഓർക്കുക. ഹാവ് ബീൻ കൂടി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ. സിൻസ് വരുമ്പോൾ അവിടെ സെന്റൻസിൽ ഹാവ് ബീൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഡാഷ് റോസ് ഈസ് ദ ലവ്ലിയസ്റ്റ് ഓഫ് ദി ഓൾ ഫ്ലവേഴ്സ്. ആൻസർ ദ റോസ് ഈസ് ദ ലവ്ലിയസ്റ്റ് ഓഫ് ദി ഓൾ ഫ്ലവേഴ്സ്. Pick out the correct spelling from the choices given below. ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്പർച്യൂണിറ്റി. OPPORTUNITY. പിക്ക് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഡസന്റ് ഹി. യുവർ ബ്രദർ പ്ലേസ് വെൽ. അവിടെ പ്ലേസ് ആണ് അല്ലെ. വെർബ് എന്ന് ഒരു പ്ലേ ആണ്. പ്ലേസ് വരുമ്പോൾ നമുക്ക് ഡസ് ആണ്. ഒരു വെർബിന്റെ കൂടെ എസ് ഒക്കെ വരുമ്പോൾ ഓർത്താൽ മതി. ഇവിടെ ഡസ് ആയിരിക്കും വരും അല്ലെ. അതിൽ നോട്ടില്ല, നോട്ട് ചേർത്തു. യുവർ ബ്രദർ ആണ് സബ്ജക്റ്റ് വന്നേക്കുന്നത്. ബ്രദർ എന്ന് പറയുമ്പോൾ ഹി ആണ്, അതുകൊണ്ട് ഹി വന്നു. അപ്പോ ഡസിന്റ് ഹി. ഈ പ്ലേസ് എസ് കൂടെ വന്നു. പ്ലേയുടെ കൂടെ പ്ലസ് എസ് അല്ലേ, സോ ദാറ്റ് ഡസ് വന്നത്. ഡസിന്റ് ഹി. ഇതിന് ഷോർട്ട് കട്ട് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ ദ ഇഡിയം എ പീസ് ഓഫ് കേക്ക്. അതായത് ഞാനിപ്പോ എന്റെ മോന് 7th അപ്പോ അതിന് പഠിക്കാൻ പാകത്തിന് പെർഫെക്റ്റ് ഒരു എക്സാമിന് പെട്ടെന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയായിരിക്കും. അതാണ് ഞാൻ ഇവിടെ പ്രയോഗിക്കുക. ഡസന്റ് ഹി. യുവർ ബ്രദർ പ്ലേസ് വെൽ. ഡസന്റ് ഹി. വാട്ട് ഡു യു മീൻ ബൈ ദ ഇഡിയം എ പീസ് ഓഫ് കേക്ക്. ആൻസർ ഓപ്ഷൻ ബി സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി. Pick the word that is opposite in meaning to the word profound. പ്രൊഫൗണ്ടിന്റെ ഓപ്പോസിറ്റ് എഴുതുക. ആൻസർ സൂപ്പർഫിഷ്യൽ. ഫൈൻഡ് ദ കറക്റ്റ് ടെൻസ് ഫോർ. ആൻസർ ഓപ്ഷൻ എ. By the end of this week, I dash here for 10 years. Will have worked. By the end കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഫ്യൂച്ചറിലേക്കുള്ള സംഭവമാണെന്ന് മനസ്സിലാകും. സോ വിൽ ഹാവ് വർക്ക്ഡ്. What do you mean by the term magnum opus? Answer option C, a great work. What do you call someone who is a beginner in any profession? Answer novice. Someone who is a beginner in any profession, novice. novice. അടുത്തത് ചേട്ടൻ പര്യായപദം ഏതാണ്? ചേട്ടന്റെ പര്യായപദം ഏതാണ്? അഗ്രജൻ. അയക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അയക്കുന്നവൻ അല്ലെ, പ്രേക്ഷകൻ. അടുത്തത് മൈറ്റ് ഈസ് റൈറ്റ്. സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏതാണ്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വിപരീത പദം തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി കാമം ക്രോധം അല്ലെ. രാഗം ദേഷ്യം, ഹ്രസ്വം ദീർഘം, സഹിതം രഹിതം. തെറ്റായ ജോഡി ഓപ്ഷൻ സി. ഭൂമി സമാനാർത്ഥമുള്ള പദം ഏതാണ്?
മേദിനി. ഭൂമിയുടെ സമാനാർത്ഥമുള്ള പദം മേദിനി. താഴെ തന്നിരിക്കുന്നവയിൽ പൂച്ചക ബഹുവചനം. പൂച്ചക ബഹുവചനം ഏതാണ്? സ്വാമികളും ഗുരുക്കളുമാണ് പൂച്ചക ബഹുവചനം ഏതാണ്? പൂച്ചക ബഹുവചനമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? തിരുവോണം, ഓണം. ശരിയായ പദം ഏതാണ് ഇവിടെ? ആൻസർ മടയൻ. ഏവൾ പിരിച്ചെഴുതുക. എ പ്ലസ് അൾ. എ പ്ലസ് അള്ളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നിരൂപകൻ സ്ത്രീലിംഗ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നിരൂപക. നിരൂപകൻ, നിരൂപക എന്നാണ് ഓപ്ഷൻ വരിക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നന്നായി പഠിക്കുക.